എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് വീഡിയോ ആണ്. പുതിയൊരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ നോക്കുകയാണ്, ഒരു റിലേഷൻഷിപ്പൊക്കെ പുതിയതായിട്ട് തുടങ്ങണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ, ഒരു റൊമാൻറ്റിക് ലൈഫൊക്കെ വേണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ, സിംഗിൾസ് ആണെങ്കിൽ അങ്ങനെ, ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ അങ്ങനെ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിങ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. സൺ, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നല്ല കാർഡ് വന്നിട്ടുണ്ട്. സെക്കൻഡ് കാർഡ് എംപറർ. ഓക്കെ, വെരി ഗുഡ്. തേർഡ് കാർഡ് വന്നിട്ടുള്ളത് ടെമ്പറൻസ് ആണ്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് റിലേഷൻഷിപ്പൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ഉണ്ടെന്ന് തന്നെ കാണിക്കുകയാണ്. ഒരു പുതിയ സൂര്യോദയം വരാൻ പോകുന്ന ഒരു വലിയ സന്തോഷം നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. മെച്യൂർഡ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു മസ്കുലൈൻ എനർജി. വളരെ മെച്യൂറായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിവുള്ള, ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് അതിന് വേണ്ടി കഴിവുള്ള ഒരു ആളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു എനർജിയിലോട്ട് മാറുന്നതായിട്ടായിരിക്കാം കാണാൻ പോകുന്നത്. നിങ്ങൾ വളരെ മെച്യൂർഡ് ആകും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങളിവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടെമ്പറൻസ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഗോപ്യമായിട്ട് തന്നെ വയ്ക്കും. ഇങ്ങനെ കൊട്ടി കോശം കൊണ്ടൊന്നും നടക്കണ്ട, എല്ലാവരെയും അറിയിക്കാതെ. അത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നതിന് ശേഷം, ഒരു കല്യാണമൊക്കെ ആണെങ്കിൽ കല്യാണത്തിലെത്തിയതിന് ശേഷമൊക്കെ എല്ലാവരെയൊക്കെ അറിയിച്ചാൽ മതി. അല്ലാതെ എല്ലാവരോടും ഓപ്പണപ്പ് ആവേണ്ട. ഒരു നല്ല റിലേഷൻഷിപ്പ് വരുമ്പോൾ ജലസി, എന്താ പറയുക, കണ്ണ് ദോഷം, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ കുറച്ച് മിതത്വം പാലിക്കാനാണ് പറയുന്നത്. എല്ലാവരോടും ഒന്നും പറഞ്ഞുകൊണ്ടൊന്നും നടക്കണ്ട. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിന്നാൽ മതി. അത് മറ്റൊരു മൂന്നാമതൊരാളെ അറിയിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ വയ്ക്കുക. അതിലെ സന്തോഷങ്ങളാവട്ടെ, നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലെ സന്തോഷങ്ങളാവട്ടെ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. പുറത്ത് അങ്ങനെ അറിയിച്ചുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങൾക്ക് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു നല്ല കണക്ഷനിലാണെന്ന് കാണിക്കുകയാണ്. സോ അതിനൊരു നല്ല റിസൾട്ട് കൊണ്ടെത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു വിവാഹത്തിലൊക്കെ കൊണ്ടെത്തിക്കാൻ, അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മിതത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആരോടും ഒരുപാട് ഓപ്പൺ ആവാൻ നിൽക്കേണ്ട. നിങ്ങളുടെ റിലേഷനെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. റെസണേറ്റ് ആയി എന്ന് പ്രപഞ്ചത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ, ബൈ.